സമർപ്പണം എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അതാണ്. എല്ലാ മനുഷ്യരും യുണീക്കാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ആരും ആരുടെയും കോപ്പിയല്ല. ഒരു സെക്കൻഡ് പോലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരാൾക്കും. ഒരു സെക്കൻഡ് പോലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനൊന്നും മോഷ്ടിച്ചു കൊണ്ടുവന്ന് തരുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനവും ഹാക്ക് ചെയ്ത് കൊണ്ടുവന്ന് തരുന്നതല്ല. എല്ലാം ഡയറക്റ്റായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നും ഹാക്ക് ചെയ്ത് തരുന്നില്ല ഞാനൊരു ബ്രാൻഡല്ല. ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി പലതും ചെയ്യാം. ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് എങ്ങനെ ബ്രാൻഡ് ചെയ്യണമെന്ന് വളരെ നന്നായിട്ട് അറിയാം. വർഷങ്ങളായി നന്നായി ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ബ്രാൻഡ് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ബ്രാൻഡ് ചെയ്യുന്ന ആളല്ല. യുണീക്കാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന മനുഷ്യ, നിങ്ങൾക്ക് ചിലപ്പോൾ റോഡരികിൽ നിന്ന്, തട്ടുകടയിൽ നിന്ന് വരെ അത് കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. അതിന് ഒന്നും മുടക്കണ്ട. നിങ്ങളുടെ അന്വേഷണത്തിന്റെ ഫലമാണിത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അന്വേഷണത്തിന്റെ ഫലമാണ്. അന്വേഷണത്തിന്റെ ഫലമാണ്. ഇത് വിൽക്കുന്നവർ വിറളി പൂണ്ട് നടക്കുന്നതിൽ ഒരു അത്ഭുതപ്പെടാനുമില്ല. നിങ്ങൾ എന്നെ അളക്കാൻ വരണ്ട. അങ്ങനെ അളക്കാൻ പറ്റുന്ന ആളേ അല്ല ഞാൻ. നിങ്ങളുടെ സ്കെയിലിന് നീളമായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വന്ന് ഒന്നൊന്ന് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയാണ് സമയം തന്നേക്കണത്. ഒരാഴ്ച സമയം. എന്താല്ലേ കൊല്ലക്കുടിയിലാണ് സൂചി കാച്ചാൻ വന്നത്. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒന്നും ചെയ്യാൻ പറ്റൂല. സൃഷ്ടാവ് വിചാരിക്കാതെ, ഞാൻ തമാശയ്ക്ക് പോലും സൃഷ്ടാവില്ല എന്ന് പറയില്ല. തമാശയ്ക്ക് പോലും എന്റെ കൂടെ നിൽക്കുന്നവരും തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല സൃഷ്ടാവില്ല എന്ന് തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല. ഇനി ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയും ആരെങ്കിലും സമാധാനിപ്പിക്കാൻ വേണ്ടിയും പറയാൻ പാടില്ല. ഇത് ലൈവാണ് പോകുന്നത്. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകുന്നത്. എനിക്ക് താടി മീശയുണ്ട്. ഇതെല്ലാരും കണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഡെയിലി 10,000 പേര് കയറുന്നുണ്ട്. ഓക്കെ. കട്ടയ്ക്ക് കൂടേണ്ട ഈ ആളുകൾ. ഇത് ഇന്നും ഇന്നലെ വന്നു തുടങ്ങിയതൊന്നുമല്ല. 6-7 വർഷമായി ഈ പണി തുടങ്ങിയിട്ട്. ആരാണ് ഇത് എന്ന് യൂട്യൂബ് ദൈവങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആരാണെന്ന് മനസ്സിലായിട്ടില്ല. എത്രയോ മനുഷ്യർക്ക് ഇതിൽ നിന്നും ഗുണങ്ങൾ കിട്ടി. എത്രയോ പേർ സമാധാനം അനുഭവിക്കുന്നു. ഇത് ആരാണോ ഈ വഴി എന്ന് പറയുന്നത് മുൻഗാമികളുടെ വഴിയാണ്. ഇത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഭൂമിയിൽ ഒരുത്തൻ കൊണ്ടുവന്ന വഴിയൊന്നുമല്ല ഇത്. ഇത് നിഗൂഢമായി ആരാണോ ഇതിനെ സംരക്ഷിച്ചവർ, അവരിതിനെ കച്ചവടം ചെയ്യാൻ അനുവദിക്കൂല. മേ ബി നിങ്ങൾക്ക് ഒരു ദൈവമായിട്ട് അനൗൺസ് ചെയ്യാം. 800 കോടി മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. 800 കോടിയിലധികം മനുഷ്യർ. എത്ര പേരിലോട്ട് എത്താൻ പറ്റും? നിങ്ങൾ ഇന്നത്തെ മുഴുവൻ പരസ്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ പോലും മാക്സിമം 1 crore. അതിന് മുകളിലൊന്നും നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. റേഞ്ചില്ല. 1000 പേര് പിന്നിൽ വരുമ്പോഴേക്കും ഞാനാണ് ലോകത്തെ ദൈവം എന്ന് പറയുന്ന ആളുകള് റീതിങ്ക് ചെയ്യണം. 1 കോടി ആളുകൾ വന്നാൽ പോലും പറയാൻ പറ്റൂല സൃഷ്ടാവില്ല എന്ന്, ദൈവമില്ല, ഈശ്വരനില്ല, അള്ളാഹു ഇല്ല എന്ന് ഓപ്പണായിട്ട് പറയാൻ പാടില്ല.
പറയരുത്. എല്ലാ മനുഷ്യർക്കും ഹാക്ക് ചെയ്യാന്ന്. എല്ലാ മനുഷ്യർക്കും ഹാക്ക് ചെയ്യാന്നാ ഞാൻ പറഞ്ഞു വന്നത്. വിവരം ഉണ്ടായാൽ മതി, ആ വിവരമാണ് കിട്ടണത്. വിവരം ഇല്ലാത്തവൻ എന്ത് ചെയ്യും? ഹാക്ക് ചെയ്യാൻ അറിയാൻ പാടാത്തതുകൊണ്ട് അടിമയായിട്ട് ജീവിക്കും. അവൻ വിചാരിക്കും കംസന് കിട്ടിയോ. ഏ ഒന്ന് ആലോചിച്ച് വെക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് വെക്ക്. അവൻ വിചാരിക്കും കംസനാണ് കിട്ടിയത്, എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കും. ലോൺ എടുത്ത് പണം നൽകിയിട്ടും ഇത് കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ലോൺ എടുത്ത് പണം കൊടുത്തും പണങ്ങൾ നൽകിയും ഒരുപാട് ട്രെയിനേഴ്സിന്റെ അടുത്തും ഒരുപാട് മേഖലകളിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു ട്രെയിനറായിരുന്നു. നല്ല കോഴ്സുകൾ ഞാൻ വിറ്റിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ലോൺ എടുത്ത് പല കോഴ്സിനും ചേരുന്ന ആളുകളുണ്ട്. ലോൺ എടുത്ത് പല കോഴ്സിനും ചേരുന്ന ആളുകൾ, എന്നിട്ട് അവര് കുഴിയിൽ വീണു എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും പൈസയും കൊണ്ട് ആള് പോയിട്ടുണ്ടാവും. പൈസയും കൊണ്ട് ആള് പോയിട്ടുണ്ടാവും. ലോൺ എടുത്ത് കുഴിയിൽ വീണു എന്ന് പൈസ കൊടുത്ത് ഞാൻ പെട്ടു എന്ന് നിരവധി ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ പ്രോഗ്രാം. ഇത് തടഞ്ഞു നിർത്താൻ കഴിയുന്നൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ലോകത്തെ ദൈവികമായ സകല മതങ്ങളും രാജാവിനെ വരവേൽക്കാനുള്ള വഴിയിൽ തന്നെയാണ്. ലോകത്തുള്ള സകല ദൈവികമായ മതങ്ങളും രാജാവിനെ വരവേൽക്കാനുള്ള വഴിയിൽ തന്നെയാണ്. പക്ഷെ ഒരാൾ ചുമ്മാ വന്നിട്ട് ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഏറ്റെടുക്കുവോ? ഒരിക്കലുമില്ല. 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 ഒരു ദൈവവിശ്വാസി അവൻ ഏത് മതത്തിലാകട്ടെ, ഏത് ജാതി, ഏത് വർണ്ണം, ഏത് വർഗം, എന്തിലുമാകട്ടെ, എല്ലാ ദൈവവിശ്വാസികളും സത്യാന്വേഷണ പാതയിലാണ്. എല്ലാ ദൈവവിശ്വാസികളും സത്യാന്വേഷണ പാതയിലാണ്. അത് പണമടയ്ക്കുന്നവന് മാത്രം കിട്ടുമെന്ന് പറയുന്നതിലെ യുക്തി പോലും ചിന്തിക്കാൻ അടിമ മനസ്സുള്ളവർക്ക് പറ്റൂല. മനസ്സിലായില്ലേ? കുറെ കാലം മതങ്ങൾ പറ്റിച്ചു. മതങ്ങൾ എന്ന് പറയാൻ പറ്റൂല. മതങ്ങളെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല്ലോ. മതങ്ങളല്ല പറ്റിച്ചത്, ഇടനിലക്കാർ പറ്റിച്ചു. അത് കഴിഞ്ഞപ്പോൾ വേറെ പലരും മനസ്സിലാക്കി പറ്റിച്ചു. എങ്ങനെ പറ്റിക്കാതിരിക്കും? കാരണം പണമടച്ചാലാണ് നീ വലിയ വലിയ പൈസ അടച്ച് വന്നാൽ, നീ വലിയ വലിയ ട്രെയിനിങ് എടുത്താൽ, വലിയ വലിയ കോഴ്സിന് വന്നാൽ മാത്രമാണ്. അത് അവിടെ നിൽക്കുന്ന അടിമ മനസ്സുള്ളവരാണ്. അടിമ മനസ്സുള്ളവർ മനുഷ്യൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പോ ജനനം മുതൽ മരണം വരെ ചൂഷണം ചെയ്ത് മനുഷ്യനെ ട്യൂൺ ചെയ്തു വച്ചിരിക്കുകയാണ്. അതിനെ മുതലെടുക്കുന്ന പലരുമുണ്ട്. അവർക്കവിടെ പോകാം. ഒരു പ്രശ്നവുമില്ല. പക്ഷേ ദൈവത്തിന്റെ ഖജാന ആരെങ്കിലും തീരെഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എടുത്തു വരാം, ഞാൻ ഹാക്ക് ചെയ്തു തരാം, ഞാൻ കട്ട് ചെയ്തു തരാം, ഞാൻ കട്ടെടുത്ത് തരാം എന്ന് പറഞ്ഞാൽ ആ പറയുന്നവന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ദൈവത്തിന്റെ ഖജാനയിൽ നിന്നാണോ കട്ടെടുത്ത് തരുന്നത്? ദൈവത്തിന്റെ ഖജാന കക്കാൻ ശക്തിയുള്ള ആരുണ്ട് ഇവിടെ? മനുഷ്യന് പണം വാങ്ങി ദൈവീകത നൽകുന്ന ആളുകളും മറ്റുള്ളവരും തമ്മിൽ എന്ത് വ്യത്യാസം? സറണ്ടർ ആദ്യമായി പറഞ്ഞത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഗീതയാണ് പറഞ്ഞത്, ഭഗവത്ഗീതയാണ് പറഞ്ഞത്. അല്ലാതെ ഒരാളുടെ വീട്ടിലെ സ്വത്തല്ല സറണ്ടർ. ഞാൻ സറണ്ടർ എന്ന വാക്ക് ഉപയോഗിക്കുന്ന പറഞ്ഞത്. സറണ്ടർ എന്ന് ആദ്യം പറഞ്ഞത് ഭഗവത്ഗീതയിലാണ്. 18-ാം അധ്യായം 66-ാം വാക്യം. സർവധർമ്മൻ പരിത്യജാമാം ഏകം ശരണം വ്രജ അഹം താം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. സർവധർമ്മൻ പരിത്യജമാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ.
എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എനിക്ക് മാത്രം കീഴടങ്ങുക, ഞാൻ പാപഫലങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാം. ഭഗവത്ഗീത ഭഗവത്ഗീത 18-ാം അധ്യായം 66-ാം വാക്യം, സർവധർമ്മൻ പരിത്യജമാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. എല്ലാ തരം ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എനിക്ക് മാത്രം കീഴടങ്ങുക, എല്ലാ പാപഫലങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം. 18:66 18:66 സറണ്ടർ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാ. ഭഗവത്ഗീത ഈ പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചല്ലോ. സറണ്ടർ ആദ്യം പറഞ്ഞു ഭഗവത്ഗീതയാണ്. പിന്നെ ബൈബിള് പറഞ്ഞു, യാക്കോബിന്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാം വചനം, ആകയാൽ ദൈവത്തിന് സറണ്ടർ ചെയ്യുവിൻ, ആകയാൽ ദൈവത്തിന് സറണ്ടർ ചെയ്യുവിൻ, എന്നാൽ ചെറുത്തു നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആകയാൽ ദൈവത്തിന് സറണ്ടർ ചെയ്യുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, എന്നാൽ അവർ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇതെല്ലാം കേൾക്കുമ്പോ എല്ലാ മതങ്ങളും സത്യാന്ന് തോന്നും. എല്ലാ മതങ്ങളിലും സത്യമുണ്ട്. അതിനെ വളച്ചൊടിച്ച് മനുഷ്യന്മാരാണ്. മതങ്ങളെ തള്ളി പറഞ്ഞിട്ടും തലേന്ന് തട്ട് ഉരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 131-ാം വാക്യം, ഇത് കാലലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. ഇത് കാലലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 131-ാം വചനം, നീ എനിക്ക് കീഴടങ്ങുക എന്ന് അവന്റെ രക്ഷിതാവ് അവനോട് പറഞ്ഞപ്പോൾ അവൻ മറുപടി പറഞ്ഞു, ഞാൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബിലേക്ക് എന്നെ തന്നെ സറണ്ടർ ചെയ്തിരിക്കുന്നു. എബ്രഹാമിന്റെ വചനം. എബ്രഹാം, സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 131-ാം വാക്യം, ഇത് കാലലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. 131-ാം വാക്യം, നീ എനിക്ക് കീഴടങ്ങുക എന്ന് അവന്റെ രക്ഷിതാവ് അവനോട് പറഞ്ഞപ്പോൾ അവൻ മറുപടി പറഞ്ഞു, ഞാൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബിന് എന്നെ തന്നെ സറണ്ടർ ചെയ്തിരിക്കുന്നു. ഇനി സൈലന്റ് ആൻഡ് സറണ്ടർ പ്രയർ തുടങ്ങിയത് ഞാനാണെന്ന് പറയാം. സൈലന്റ് ആൻഡ് സറണ്ടർ പ്രയർ തുടങ്ങിയത് കുന്തമാണ്. കുന്തം കോപ്പി അടിച്ചാണ്. വൈഷ്ണവ പാരമ്പര്യത്തിൽ CE 11-12 നൂറ്റാണ്ടിൽ 2014 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ രാമാനുജനാണ് ആദ്യമായി ശരണാഗതി അല്ലെങ്കിൽ പ്രപത്തി എന്ന് പറയുന്ന സൈലന്റ് സറണ്ടർ പ്രയർ കൊണ്ടുവന്നത്. ഇത് 2014 വർഷം മുമ്പ്. എത്ര വർഷം മുമ്പ്? 2014 വർഷം മുമ്പ് ആദ്യം ചെയ്ത ആളാണ്. അതിനു മുമ്പും പ്രവാചകന്മാർ, നിരവധി പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും, ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും, എല്ലാ അവധൂതന്മാരും, എല്ലാ അവതാര പുരുഷന്മാരും, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ അടക്കമുള്ള എല്ലാ അവതാര പുരുഷന്മാരും സൈലന്റ് ആൻഡ് സറണ്ടർ പ്രയർ ചെയ്തതിന് തെളിവുകളുണ്ട്. സൈലന്റ് ആൻഡ് സറണ്ടർ പ്രയർ ചെയ്തതിന് തെളിവുകളുണ്ട്. മനസ്സിലായില്ലേ? സൈലന്റ് ആൻഡ് സറണ്ടർ ചെയ്തതിന് തെളിവുകളുണ്ട്. എല്ലാവരും ഇന്ന മതം എന്നൊന്നുമില്ല. എല്ലാ മതങ്ങളും ചെയ്തതിന് തെളിവുണ്ട്. ഇത് സർവമതവാദമൊന്നുമല്ല. ഇത് ഒരിക്കലും ഒരു സർവമതവാദമൊന്നുമല്ല. ഇത് എല്ലാ മതങ്ങളിലും സത്യമുണ്ട് എന്ന് പറയുന്നതാണ്. എല്ലാ മതങ്ങളിലും സത്യമുണ്ട്. എല്ലാ മതങ്ങളും ദൈവീകമാണ്. എല്ലാ മതങ്ങളും ദൈവീകമാണ്.
ലോകത്തെ എല്ലാ മതങ്ങളും ദൈവീകമാണ്. ഒരു മതവും ദൈവീകമല്ലാതെ വന്നിട്ടില്ല. ദൈവീകമായി വന്ന മതങ്ങളെല്ലാം ദൈവികമാണ്, അല്ലാത്തത് എനിക്കറിയില്ല. ശരണാഗതി അല്ലെങ്കിൽ പ്രപത്തി എന്ന് പറയുന്ന സൈലന്റ് ആൻഡ് സറണ്ടർ പ്രയർ വ്യാപകമായി സമ്പ്രദായത്തിൽ കൊണ്ടുവന്നത് ശ്രീരാമാനുജറാണ്. ശ്രീരാമാനുജർ സി 11-12 നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചത് ചൈതന്യ മഹാപ്രഭു ഗൗഡീയ സമ്പ്രദായത്തിലാണ്. അതും 15-16 നൂറ്റാണ്ടിൽ. ദൈവവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവിലിയയിലെ സെന്റ് തെരേസ, അവിലിയയിലെ സെന്റ് തെരേസ ഫോളോ ചെയ്തത് സൈലന്റ് ആൻഡ് സറണ്ടർ പ്രയർ ആണ്. ഫാദർ ഡോളിൻഡോ റുട്ടോളോ ലോകത്ത് സൈലന്റ് ആൻഡ് സറണ്ടർ പ്രയർ കാഴ്ചവെച്ച മഹാനാണ്. ഫാദർ ഡോളിൻഡോ റുട്ടോളോ ദൈവിക സമർപ്പണം എന്ന അർത്ഥമുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം തന്നെ സ്റ്റാർട്ട് ചെയ്തത് പ്രവാചകൻ മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ പൂർണ്ണമായ ദൈവവിശ്വാസവും ദൈവഹിതത്തോടുമുള്ള നിശബ്ദമായ സറണ്ടറിലൂടെയാണ്. ഇനിയിപ്പോ ഈ ആളുകൾ ഒന്നുമല്ല കൊണ്ടുവന്നത് എന്നാ പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതെന്റെ സ്വന്തമാണ്, എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ അവരോട് നമുക്കൊന്നും പറയാനില്ല. ഇതെല്ലാ മതങ്ങളിലും വന്നിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും താല്പര്യമുള്ളവർ മാത്രം ഇത് കേട്ടാൽ മതി. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഒരുത്തന്റെ പുറകെ നടന്നിട്ടില്ല. ആകെ ഒരാളുടെ പുറകെ നടന്നിട്ടുള്ളൂ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെയും പുറകെ ഒരാവശ്യത്തിന് നടന്നിട്ടില്ല എന്ന്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരാവശ്യങ്ങൾക്കും ഒരാളുടെയും പുറകെ നടന്നിട്ടില്ല. ആകെ നടന്നിട്ടുള്ളത് ഒരാളുടെ പുറകെയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളുടെ പുറകെ മാത്രമാണ് നടന്നിട്ടുള്ളത്. അത് സ്വന്തം സൃഷ്ടാവിന്റെ പുറകെയാണ്. അത് കാലങ്ങളോളം നടന്നിട്ടുണ്ട്. പല വഴിക്കും പല രീതിയിലും നടന്നിട്ടുണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്തിരണേ സൗണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ടും ചെറിയ പിള്ളേരാണ്, പല കളിയും കളിക്കും. ഇന്നലെ വെയിലത്ത് മൂത്ത തകര, അങ്ങനെ പലതും കാണിക്കും. അതൊക്കെ നമുക്കറിയാം. പക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുത്തിന്റെയും പുറകെ നടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഒരുത്തന്റെയും പുറകെ നടക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. എനിക്ക് എൻ്റെതായ മെൻറന്മാരുണ്ട്. വളരെ കൃത്യമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ അവർ പറയുന്ന ദിവസം അത് ചൂണ്ടിക്കാണിക്കും. അവർ ഓപ്പണായി അത് പ്രഖ്യാപിക്കും. പൈസ കൊടുത്തിട്ടല്ല, പൈസ കോടികൾ കൊണ്ടുപോയി കൊടുത്ത് മാമാങ്കം ഉണ്ടാക്കി പ്രഖ്യാപിക്കാൻ പോകുന്ന പരിപാടിയല്ല. അതൊക്കെ എന്താ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പൈസ മുടക്കി, കോടികൾ മുടക്കി പ്രഖ്യാപിക്കാൻ പോകുന്ന പരിപാടിയല്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന എന്താ നിങ്ങൾ വിചാരിച്ച് ചുമ്മാ അളക്കാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത് വളരെ വ്യക്തമായി നമുക്കറിയാം. ഇതൊരു ബ്രാൻഡ് അല്ല. ഐ ആം നോട്ട് എ ബ്രാൻഡ്. ഞാനൊരു ബ്രാൻഡ് അല്ല. ജീവിതത്തിൽ ഒന്നിന്റെയും പുറകെ നടന്നിട്ടില്ല. പുറകെ നടന്നത് ഒരാളുടെ പുറകെ മാത്രമാണ്. അതെന്റെ സൃഷ്ടാവിന്റെ പുറകെയാണ്. അത് ഈശ്വരന്റെ പുറകെയാണ്. അത് ദൈവത്തിന്റെ പുറകെയാണ്. അത് അള്ളാഹുവിന്റെ പുറകെയാണ്. അതിന്റെ പുറകെ മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. ആ ഒരാളുടെ പുറകെ ഞാൻ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് അന്വേഷിച്ച് അലഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത് കണ്ടെത്തിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ എഫക്റ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ ചുമ്മാ കൊണ്ടുവന്ന് കോപ്പി അടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല ഇത്. ഇതാളെ പേടിപ്പിച്ച് ഇതിന്റെ അത് മാറ്റിക്കോ, ഇത് മാറ്റിക്കോ, ഇല്ലെങ്കിൽ നീ തട്ടിപ്പോവും എന്ന് പറഞ്ഞിട്ട്
പൈസ മേടിക്കണ പരിപാടിയല്ല. ആളെ പേടിപ്പിച്ച് പൈസ മേടിക്കണ പരിപാടിയല്ല. ഇത് ഫുട്പാത്തിലാണ് കിട്ടുക. ഇത് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ പൈസ കൊടുത്താൽ ഒരിക്കലും ഇത് കിട്ടൂല. നിങ്ങൾ പൈസ കൊടുത്താൽ ഒരിക്കലും കിട്ടില്ല. ഒരിക്കലും പൈസ കൊടുത്താൽ കിട്ടില്ല. ഇത് ശരിക്കും നിങ്ങൾ അലഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. ഇത് ശരിക്കും നിങ്ങൾ അലഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് അല്ലാതെ ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. എന്താണ് എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, 75 വീഡിയോ ഉണ്ട്. ചുമ്മാ ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. താങ്കൾ പോയി ആ വീഡിയോസ് കാണൂ. ഇതും ലൈവ് പോകുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ. 75 വീഡിയോസ് ഉണ്ട്. 75 വീഡിയോസ്. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് തന്നെ കാണാം. ഒരു 3, 4, 5 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താന്ന് മനസ്സിലാവും. എന്താന്ന് മനസ്സിലാവാതെ എന്തിനാണ് സഹോദരൻ ഇവിടെ വന്നിരിക്കുന്നത്? അത് പോയി കണ്ടിട്ട് വരൂ. അതിനുശേഷം മനസ്സിലാക്കിയിട്ട് വന്ന് ജീവിക്കൂ. ഇതെല്ലാം പോസിറ്റീവ് തന്നെയാണ്. ഈ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടണം. ഇതൊരു ശക്തിയാണ്. ഇതൊരു റോയൽ വേ ആണ്. ഇതൊരു രാജമാർഗമാണ്. രാജമാർഗത്തോടൊപ്പം ഭക്തിമാർഗവും കർമ്മമാർഗവും ഉണ്ട്. ഇത് ബ്രാൻഡല്ല. ഇത് വിലക്ക് വിൽക്കുന്നതല്ല. ഇത് ചിലപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ പോകുന്ന വഴിക്ക് നിന്ന് കിട്ടും, ചിലപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന വഴിയിൽ യൂട്യൂബിൽ നിന്ന് കിട്ടും. പലയിടത്തുനിന്നും ഈ സാധനം കിട്ടും. ഇത് ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റൂല. എന്റെ പേര് കോപ്പി അടിച്ചു, എന്റെ പ്രോഗ്രാമിന്റെ പേര് കോപ്പി അടിച്ചു, പല സാധനവും കോപ്പി അടിച്ചു, പേര് മാറ്റി. എന്റെ പേര് എന്റെ പേരിന്റെ 2 അക്ഷരമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ആഴ്ചയിൽ പേര് മാറ്റുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അതായത് ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുന്നത് 4 മാസം മുമ്പാണ്. അതിനും 1 മാസം മുമ്പ് നമ്മുടെ പ്രോഗ്രാം ലൈവായിട്ട് സൂമിൽ വന്നു. 7 വർഷമായി നമ്മൾ ഈ പണി ഇവിടെ ബാംഗ്ലൂർ ഇത് തുടങ്ങിയിട്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പലരും 5000, 10000, 199 ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ നല്ല കോഴ്സ് ഞാൻ വിറ്റിട്ടുണ്ട്. പലരും 1000-നും 2000-നും ഈ മൈൻഡ് പവറും DNA ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നല്ല വിലക്ക് വിറ്റിട്ടുണ്ട്. ആദ്യം വന്ന ആള് യൂട്യൂബ് ചാനലിൽ പോവുക, ഇല്ലെങ്കിൽ എടുത്ത് പുറത്ത് കളയുക. ആള് യൂട്യൂബ് ചാനലിൽ പോയി കണ്ട് പഠിച്ചിട്ട് വരട്ടെ. യൂട്യൂബ് ചാനലിൽ 75 വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ ഈ പ്രോഗ്രാം എന്താണ് എന്ന് മനസ്സിലാവും. എല്ലാം ഒന്നും കാണണ്ട. ഒരു 4, 5 എങ്ങനെ ഈ 75, ഞാൻ പറഞ്ഞ ഈ 75 വീഡിയോ അതിനകത്ത് കിടക്കുന്നുണ്ട്. അതിലൊന്നു പോലും, അതെല്ലാം യുണീക്കാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ആരുമില്ല. എല്ലാം യുണീക്കായിട്ടുള്ള ഓരോരോ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഫാമിലി, കുട്ടികളുടെ പരിപാലനം, മാനസിക സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, മനസ്സ്, ആത്മാവ്, സ്പിരിറ്റ്, ചൈതന്യം, ഇങ്ങനെ ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഡിഫറെന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ. അത് അങ്ങനെ തന്നെ കോപ്പി എടുത്ത് പറഞ്ഞിട്ട് പറയും. എങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഒരു പ്രോഗ്രാം കോപ്പി ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആ വീഡിയോസ് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സത്യം അറിയാനാണ് നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടിമയല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടിമകളല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് പോയിട്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. യൂട്യൂബിൽ പോയി കണ്ടു നോക്കൂ. യൂട്യൂബിന്റെ ലിങ്ക് ഇട്ട് കൊടുക്ക്. ലിങ്ക് ഇട്ട് കൊടുക്ക്. അദ്ദേഹം പോയി കാണട്ടെ. ലിങ്ക് ഇട്ട് നോക്കൂ. മിറാക്കിൾ മോർണിംഗ് ട്രാവൽ, മിറാക്കിൾ മിഷൻ എന്ന പേരിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തന്നെയാണ്. MMT എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റേർഡ് ഇതാണ്. ഓക്കെ, രജിസ്റ്റേർഡ് ആണ് നമ്മൾ. എന്താണ് എനർജി ബാലൻസിങ്? എനർജി ബാലൻസിങ് എന്നുള്ളത് എന്താണ്? എല്ലാം നിങ്ങൾ പഠിക്കണം. നിങ്ങൾ സമൂഹത്തിന് ഇത് പ്രചരിപ്പിക്കണം. സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കണം. സമൂഹത്തിന് മാതൃകയായി മാറണം. നിങ്ങൾ സമൂഹത്തിന് മാതൃകയായി മാറണം.
ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യരായി നിങ്ങൾ മാറണം. ആത്മാക്കളെ സ്നേഹിക്കുന്ന മനുഷ്യരായി മാറണം. ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഞാൻ പറയുന്നത് ഇത് മാത്രമാണ്, വേറെ ഒന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ച്, ഇവിടെ ബിരിയാണി വിളമ്പുണ്ടെന്ന് വിചാരിച്ച് ആരും വരണ്ട. ബിരിയാണി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കും. ബിരിയാണി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ ബിരിയാണി വിളമ്പും. അതെന്റെ ഇഷ്ടമല്ലേ, ബിരിയാണി വിളമ്പണോ വേണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ അവർക്ക് കൊടുക്കും, അവർക്ക് പലതും കൊടുക്കും. ഓക്കെ, പലതും കൊടുക്കും. എന്റെ ഇഷ്ടമാണത്, എന്റെ ഇഷ്ടമാണ്, എന്റെ സൃഷ്ടാവിന്റെ ഇഷ്ടമാണത്. ഞാൻ ഒരിടത്തുനിന്നും മോഷ്ടിച്ചു കൊണ്ടു കൊടുക്കുന്നില്ല. ഞാൻ ഒരിടത്തുനിന്നും ഒരു ഖജാനയും തപ്പിയെടുത്ത് കട്ടെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണില്ല. സൃഷ്ടാവിന്റെ ഖജാന അങ്ങനെ ആർക്കെങ്കിലും മോഷ്ടിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ മോഷ്ടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാത്താന്റെ ഖജാനയാണ്. സൃഷ്ടാവിന്റെ ഖജാനയിൽ നിന്നും ലോകത്ത് ഒരു മനുഷ്യനും മോഷ്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യുന്ന സംവിധാനം സാത്താന്റെയാണ്. സാത്താന്റെ ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാം, പക്ഷെ സൃഷ്ടാവിന്റെ ഹാക്ക് ചെയ്യാൻ പറ്റൂല. സൃഷ്ടാവിന്റെ ഖജാന ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ 1000 പേര് അല്ലെങ്കിൽ 700 പേര് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും വന്നിരുന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എന്താണ് സമർപ്പണം, എന്താണ് സറണ്ടർ എന്ന് കൃത്യമായി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു നിയോഗമാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള, എനിക്ക് തന്നിട്ടുള്ള, ദൈവം തന്നിട്ടുള്ള ഒരു കഴിവ് മാത്രമാണ്. എന്റെ കഴിവല്ല അത്, എന്റെ കഴിവല്ല അത്. എനിക്കൊരു കഴിവുമില്ല. എനിക്ക് സ്വന്തമായി ഒരു കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു കഴിവുമില്ല. എനിക്ക് എന്തുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ സൃഷ്ടാവ് തന്നിട്ടുള്ളതാണ്. അതിനൊന്നും തള്ളി പറയാൻ പറ്റൂല. അതിനെ തള്ളി പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടുമില്ല. ഇനി വന്നാൽ പോലും അതിലും ഭേദം